ഓക്കെ, അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടെങ്കിൽ ഇവിടെ ഓട്ടോറിക്ഷക്കാർ നിൽക്കുന്നത് നമ്മളെ കൊച്ചു ഗ്രാമമാണ് കുറുക വയസ്സമ്പടി എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഒരു പ്രതിസന്ധി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓട്ടോ തൊഴിലാളികളെ വൻ പ്രതിസന്ധി, ഇവിടെ പണിയില്ലാതെ കഷ്ടപ്പെടുന്ന ഓട്ടോ തൊഴിലാളികളുടെ വിഷമങ്ങൾ എന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ ഓട്ടോ തൊഴിലാളികൾക്കും വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്നാണ് ഷെയർ ചെയ്തിട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പം നമ്മളെ കുറുക വാശമ്പടിയിലാണ് ഈ കാണുന്നത്. ഇതിവിടെ സമ്മേളനത്തിന് വന്നൊന്നല്ല മക്കളെ, ഇത് നമ്മളെ കുറുക വാശമ്പടിയിൽ ഓടുന്ന ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇന്ന് നമ്മുടെ കേരളം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത്. ഇന്നേ വരെ ഇവിടെ ഇത്രയും വാഹനങ്ങൾ നിർത്തിയിട്ട് ചരിത്രമില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ, ഇതൊക്കെ എല്ലാവരും അവരവരുടെ വീട് കഴിഞ്ഞു പോകാനുള്ള ഓട്ടോ തൊഴിലാളിയാണ് നിൽക്കുന്നത്. മൊത്തത്തിൽ സ്തംഭിച്ച് കിടക്കുകയാണ് നമ്മുടെ നാട്. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് ഇവിടെ ഇത്രയും ഓട്ടോകൾ ഉണ്ട് എന്നുള്ളത്. ഇനിയും കുറേ ഓട്ടോകൾ ഇവിടെ വരാൻ കിടക്കുകയാണ്. ഇത്രയും ഓട്ടോ രാവിലെ മുതൽ ഇവർ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ഓട്ടം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഒരു ഓട്ടോ അവിടെ കൊണ്ടിട്ടുണ്ട്. ഇദ്ദേഹം നാസർ, ഇദ്ദേഹം ഇവിടുത്തെ ഓട്ടോ തൊഴിലാളിയാണ്. എല്ലാവരെയും അവസ്ഥ ഇതാണ്. എന്താ ചെയ്യാന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് എല്ലാവരും. അതെ, ഇവിടുത്തെ സീനിയർ ഓട്ടോ ഡ്രൈവർ തന്നെയാണ് ഇതാ ഷർഫുദ്ദീൻ. ഇദ്ദേഹം പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്താ ഇപ്പോൾ നിങ്ങളുടെ ഓട്ടത്തിൻ്റെ ഒക്കെ കാര്യം, എന്താ അവസ്ഥ? വളരെ മോശമാണ്. ഇതിന്റെ അടിയിലാണ് ഇപ്പൊ ഈ മീറ്ററിന്റെ ഈ നിയമം കാര്യങ്ങളൊക്കെ അത് വന്നിട്ടില്ല. അത് വേറെ വന്നിട്ടുണ്ട്. അതെ, ഒരു 3-4 കൊല്ലത്തിന് അതും കൂട്ടി അടക്കാന്നപ്പോ പറയുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ലാതെ എങ്ങനെ അതിലും കൂടി നടക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അതെ അതെ, അന്നത്തെ ചെലവ് കഴിയാൻ തന്നെ ഇപ്പൊ കഴിയൂല. ഇത്രയും മോശമാണ്. വളരെ പ്രതിസന്ധിയിലാണ് കാര്യങ്ങളെല്ലാം. മസൂദേ, കാര്യങ്ങളൊക്കെ ഇതാണ് അവസ്ഥ അല്ലേ? ഓടിയിരുന്നേ മോശമാണല്ലേ? അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ പഴയ സീനിയർ ഇപ്പോൾ ഗൾഫ് റിട്ടയർഡൊക്കെ ആയിട്ട് ഇവിടെ നമ്മളെ അഷ്റഫൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ത്യയൊക്കെ നമ്മുടെ ഒരുപാട് ആളുകളെ ഗുരുവാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം തന്നെ ഇവിടെ ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ ഇങ്ങനെ രാവിലെ വന്ന് കിടക്കാൻ ഒരു രക്ഷയില്ല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഏതായാലും വേറെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എവിടെ എന്താ ഒഫൂർ അവിടെ പോയിക്കണേ? ഇതാ നമ്മളെ ഒഫൂർ സാഹിബ് ഇവിടെ ഉണ്ട്. ഇദ്ദേഹം അതുപോലെ തന്നെ ഗൾഫ് റിട്ടയർഡ് ഗൾഫാണ് അദ്ദേഹം. ഇപ്പോൾ രാവിലെ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വേറെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓട്ടം വളരെ ഡിമ്മാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ കൊച്ചു ഗ്രാമമായ കുറുക വയസ്സമ്പടിയിൽ ഇത്രയും ഓട്ടോകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. എത്ര പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതല്ല ഇതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. നമ്മുടെ കുഞ്ഞാപ്പു അവിടെ അപ്പുറത്ത് പോയിക്കാണ്, അമ്മതു. അപ്പോൾ ഏതായാലും ഇനി ഒരു നല്ല സമയം, ഇനി ഇതിനൊക്കെ ഒരു കാത്തിരിക്കാണ്. അതെ, ബസ്സിൽ വാളില്ല. അതെ, മോശമാണ്. ബസ്സിൽ പോകുന്ന ബസ്സുകളൊക്കെ വളരെ മോശത്തിലാണ് ഓട്ടം. അതെ, അപ്പൊ അത് കാരണം അവർക്കും ഇല്ല നമ്മൾക്കും ഇല്ലാത്ത ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ അതെ, ബസ്സിൽ ആളുണ്ടെങ്കിലല്ലേ ഇവിടെ അങ്ങോട്ട് ചെറിയ ലോക്കൽ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഒന്നുമില്ല. അപ്പൊ ജോലിക്കാർ ഒന്നും വരുന്നില്ല, പോകുന്നില്ല, നടക്കണില്ല എവിടെയും. അതെ, ഏതായാലും എന്താണ് ഇതിന് ഇത്രയും വലിയൊരു ടൈറ്റ് വരാനുള്ള കാരണം എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഏതായാലും നല്ലൊരു മാറ്റങ്ങൾ ഇതിന് വരുന്നുള്ള നല്ല പ്രതീക്ഷയോടെ ഇവർ ഓട്ടോ തൊഴിലാളികളും എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഏതായാലും നല്ലൊരു സമയം വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ, ഇതെങ്ങനെ ബസ്സുകൾ പോകുന്നുണ്ടെങ്കിൽ ബസ് മൊത്തം കാലാണ്. കാര്യമായിട്ട് ആളൊന്നും ബസ്സിലില്ല. ഈ ബസ്സിൽ ആളുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ, ആളെ കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഓട്ടങ്ങളെ കൂടുതൽ ഇവിടെ. ഓട്ടോകൾ ഇങ്ങനെ വന്നുകൊണ്ട് കിടന്നിട്ടില്ല. ഇബ്രാഹിമൊക്കെ വന്ന് അവിടെ തലക്ക് ഓട്ടോറിക്ഷകൾ കൂടുക എന്നല്ലാതെ ഒരു രക്ഷയില്ല. ഈ നൃത്തം വരെ നിൽക്കണീന് ഒരു കാര്യം കാണില്ല. കാരണം മിനിമം ഒരു വീട്ടിലേക്ക് മീൻ വാങ്ങാനുള്ള കാശെങ്കിലും കിട്ടണ്ടേ. അതാണ് അവസ്ഥ എന്നാണ് പറഞ്ഞത്. വണ്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് നിന്നോടുക്കാണ്. അല്ല, എന്താ നിങ്ങളെ ഇപ്പോഴത്തെ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിസന്ധിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അതെ, കുറച്ചൊക്കെ നമ്മളെ സ്ഥിരമായിട്ടുള്ള ഓട്ടങ്ങളൊക്കെ ഉണ്ടാവും. അല്ല, ടോട്ടലി ഇവിടെ സ്റ്റാൻഡിൽ ഇട്ടിട്ട് വലിയ ഒരു ഓട്ടം കാര്യമൊന്നും ഇല്ലല്ലേ? ഒക്കെ ശരിയാവട്ടെ. അതെ, അലി സാഹിബ് കൊണ്ട് ഇവരൊക്കെ ഓട്ടോ തൊഴിലാളി എന്നിപ്പോൾ ഈ ഫീൽഡ് വിട്ട് മറ്റുള്ള ജോലികൾക്ക് പോകണം. ഇപ്പോൾ ഒരു രക്ഷയില്ല എന്നാ പറഞ്ഞത്. ജീവിച്ചു പോണ്ടേ, കാര്യങ്ങൾ പ്രതിസന്ധിയാണെന്നാ പറഞ്ഞത്. आपका नाम क्या है भैया?
रामजीत सिंह, किधर है फ्रॉम, वेयर आर यू फ्रॉम? यूपी। यूपी। अभी इधर कितना साल हो गया? अभी इधर तो अभी 2 मास हुआ है। आपको ऑटो चलाने को आते हैं? नहीं नहीं आते? नहीं। लेकिन ऑटो चलाने का किधर इधर चला के फायदा नहीं। हाँ। ओके किधर दुबई में? ഇല്ല. दुबई करी। ആ ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി, ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു മീറ്റർ അല്ലേ, മീറ്റർ പുതുക്കണമെങ്കിൽ അതുപോലെ ബ്രേക്ക് എടുക്കണമെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഇവർ ഓട്ടോ തൊഴിലാളികളൊക്കെ പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ തിരൂർ ഈ മീറ്ററിൻ്റെ ഓഫീസിൽ പോയിട്ട് ബുക്ക് ചെയ്യലായിരുന്നു അല്ലേ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് അത് വരുന്നവരെ വെയിറ്റ് ചെയ്ത് ബ്രേക്കൊക്കെ തെറ്റി ഒരുപാട് കഷ്ടപ്പെടാണ് കിടന്നത് കണ്ട്. അതുപോലെ തന്നെ ക്ഷേമനിധിൻ്റെ കാര്യം അല്ലേ, ക്ഷേമനിധി കിട്ടുന്നില്ല. ഭയങ്കര ഫൈനൊക്കെ അതിൻ്റെ എക്സ്ട്രാ അടക്കാനും കാര്യങ്ങളും ടോട്ടല് പഴയത് വരെ എപ്പോഴാണ് വരുന്നത് അല്ലേ. ഇപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ എക്സ്ട്രാ അടക്കാനൊക്കെ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ അടച്ച പൈസ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതെ, വലിയ വലിയ വണ്ടിയൊക്കെ ഒരു സംഖ്യ അടച്ച ആൾക്കാരാണ്. അത് അവരെ പൈസ കിട്ടണില്ല. ആർക്കാ കിട്ടണ? വണ്ടി വിൽക്കുമ്പോൾ വിൽക്കണാക്കും കിട്ടുന്നില്ല. ഇത്രയും കാലം അടച്ചു കൊടുത്തിട്ട് ഒരു പൈസ അതിന് തിരിച്ച് നമുക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആളുകളെ പിയ്യ നമ്മുടെ ഇന്ത്യയിലെ തന്നെ, നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ എന്നല്ല എവിടുത്തായാലും നമ്മുടെ ഏറ്റവും വലിയൊരു സ്പോയ്സാണ്, നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് പ്രതികരിക്കണം. എല്ലാ ഓട്ടോ തൊഴിലാളികളും ഒത്തൊരുമിച്ച്. ഈ ഓട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പോയിസാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും വലിയൊരു ശക്തിയാണ് അവരെന്ന് വെച്ചാൽ. അവരെപ്പോഴും നമ്മൾ അത്ര തരം താഴ്ത്തി കൊടുക്കരുത്. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാർ അടക്കം ഇതിനൊരു പരിഹാരം കാണുന്ന അദ്ദേഹത്തോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അതെ അതെ, പൈസ വണ്ടിക്ക് ചെലവാക്കാൻ ഈ ടാക്സ്, ഇൻഷൂറും അതെ പിന്നെ ക്ഷേമനിധി അറിയാണ്ട് അങ്ങോട്ട് കൊടുക്കാനേ കൈക്ക് ഇങ്ങോട്ട് ഒരു ദിവസം 500 റുപ്യൊക്കെ ഒരു ഓട്ടം കിട്ടണില്ല, ഇങ്ങോട്ട് വരുന്നില്ല. ഇല്ല. അതിക്കാണ് ഇത്രയും ചെലവുകൾ. അതെ. ഇവരൊക്കെ ദീർഘകാലം പ്രവാസിയായിരുന്നു. എന്നിട്ട് ഇപ്പം നാട്ടിൽ ഇത്രയും സമയങ്ങൾ ഇപ്പോൾ ഇവിടെ നാട്ടിലായി സെറ്റിലായി. അതെ, ഇദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ ശമ്പളമില്ലാത്തൊരു ജോലി ഉണ്ടെങ്കിൽ ഡ്രൈവർ പണിയുള്ളൂ. അതിൽ ഇങ്ങനെ അതെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് സാറും ഇപ്പൊ തന്നെ നമ്മളെ സ്റ്റാൻഡിൽ നോക്കി രാവിലെ 7 മണിക്ക് കൊടുത്തിട്ട വണ്ടികളാണ് ഇത്രയും കാങ്ങുന്നത്. 1 റുപ്യക്ക് കൈമത്ത് മുക്കാതിരിക്കാം. അതിക്കാണ് ഇപ്പൊ ഇത്രയും ചെലവ്. ഇപ്പൊ പണ്ടത്തെ മാതിരല്ല, സ്പെയർ പാർട്സ് ആണെങ്കിൽ വർക്ക്ഷോപ്പിൽ ടോട്ടലി തൊട്ടടുത്ത് ഒരു ഹെയർ അടിച്ചാൽ ആദ്യം പൈസ അതിനും പൈസ കൊടുക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ട അധികൃതർ ഇതിനൊന്ന് കണ്ണ് നീച്ച് അതുപോലെ തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള മൊത്തം ഓട്ടോ തൊഴിലാളി പറയുന്നത് പരമാവധി ഗൾഫിലൊക്കെ ജോലിയുള്ളവർ പരമാവധി അവിടെ പിടിച്ചു നിന്നോളിയും, നേരെ ഓടി വന്ന് ഇവിടെ ഒരു ഓട്ടോ എടുത്തുകൊണ്ട് ഇവിടെ നിൽക്കണ്ട. കാരണം മീൻ വാങ്ങാനുള്ള കാശ് പോലും കിട്ടണില്ല എന്ന് അവർ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പരമാവധി അവിടെ തന്നെ പിടിച്ചു തൂങ്ങി നിന്നാൽ നമ്മുടെ വീട് കാര്യങ്ങൾ കഴിഞ്ഞു പോകും. നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതാണ്. അതെ, അപ്പോൾ ഇതിൽ ഏതാനും ചില ആളുകളൊക്കെ മനസ്സിലാക്കാൻ പറഞ്ഞാണ് നമ്മളവിടെ ബാക്കിലുണ്ട്. അതൊക്കെ അങ്ങനെ വന്ന ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മെസ്സേജ് തരികയാണിത് കേട്ടോ. അതെ, അപ്പോൾ എന്നാൽ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സമയം വരട്ടെ, ഇനി നല്ലൊരു ഒരു പുരോഗതി വരട്ടെ നമ്മുടെ നാടിന് എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താൽ ആ ബെല്ലൈക്കൻ അമർത്തിക്കാളിയും ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും ഷെയറും ചെയ്താൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.